ജമ്പിങ് ജാക്സ്. പത്ത് പ്രാവശ്യം 4 ഭാഗത്തേക്കും ഈ നേരെ ഭാഗത്തേക്കും കൊണ്ട് 10 പ്രാവശ്യം. ശ്രദ്ധിക്കേണ്ടത് ഇതിന് തോല് മാത്രം ചാടും, വിരലുകളിൽ മാത്രം ചാടും. രണ്ടാമത്തെ ഐറ്റം ഇതിനകത്ത് നീ റൊട്ടേഷൻ, ആംഗിൾ റൊട്ടേഷൻ. നമ്മുടെ കാൽപാദം മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക്, ലെഫ്റ്റിലേക്ക് 10 പ്രാവശ്യം. ദെൻ ആ 10 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡ്. ദെൻ ലെഗ് ചേഞ്ച്. കാലിൻ്റെ തള്ള വെച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന പോലെ പിടിക്കണം, സ്ട്രെച്ച് ചെയ്യണം. എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡ് 10 പ്രാവശ്യം, അതിൻ്റെ റൈറ്റ് സൈഡ് 10 പ്രാവശ്യം. ഇത് കഴിഞ്ഞതിന് ശേഷം നീ റൊട്ടേഷൻ. ജസ്റ്റ് കാൽമുട്ടിൽ കൈ വെക്കുക, രണ്ടോട് പിടിക്കണ്ട, അങ്ങനെ വെച്ചാൽ മതി. ലെഫ്റ്റ് സൈഡിലേക്ക് 10 പ്രാവശ്യം പോയിട്ട് അവിടെ തന്നെ നിൽക്കണം, റൗണ്ട് ചെയ്യാൻ നിൽക്കണം. തിരിച്ച് റൈറ്റ് സൈഡിലേക്ക് 10 പ്രാവശ്യം. നെക്സ്റ്റ് ഹിപ്പ് റൊട്ടേഷൻ. ഹിപ്പ് റൊട്ടേഷൻ ലെഫ്റ്റ് സൈഡ് 1 2 3, നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡ് 1 2 3, എല്ലാം 10 പ്രാവശ്യം. നെക്സ്റ്റ് ഹെഡ് റൊട്ടേഷൻ. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ഇത്. നെഞ്ഞിൽ നിന്ന് തുടങ്ങും. ഹെഡ് റൊട്ടേഷൻ സ്റ്റാർട്ട്. ചെവി ഷോൾഡറിൽ തട്ടി പതുക്കെ ബാക്കിലേക്ക് വരും. റൈറ്റ് സൈഡിൽ ചെവി ഷോൾഡറിൽ തട്ടി പതുക്കെ നെഞ്ഞിലേക്ക് വന്ന് നിൽക്കും. 2, കണ്ണടച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. സ്പീഡായി കഴിഞ്ഞാൽ തല കറങ്ങും, ഇഞ്ചുറി വരും. ഇത് 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം അപ്പ് ആൻഡ് ഡൗൺ. നേരെ ആകാശത്തേക്ക് നോക്കി 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, തിരിച്ച് 2. വീണ്ടും ഹെഡ് റൊട്ടേഷൻ റൈറ്റ് സൈഡ്. ഹെഡ് റൊട്ടേഷൻ. ഇതെല്ലാം 5 പ്രാവശ്യമാണ്. അപ്പ് ആൻഡ് ഡൗൺ. ഡെമോ ആയതുകൊണ്ട് എണ്ണം കുറയ്ക്കും. ഓക്കെ. നെക്സ്റ്റ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ്. കൈ വിരലുകൾ ലോക്ക് ചെയ്യുക, നേരെ പിടിക്കാൻ മുട്ട് നോക്കി ലെഫ്റ്റ് സൈഡ്. ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് ലെഫ്റ്റ് സൈഡ്. ഇത് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഐസൈറ്റ് നേരെ കാലിൻ്റെ മടമ്പിലേക്ക് നിൽക്കും. 1. മുകളിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ പതുക്കെ വിടുക. ഇനി അടുത്തത് ഹാൻഡ് സ്വിങ്. ഒന്ന് പറക്കുന്ന പോലെ ചെയ്യും. ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ മാത്രം നിർത്തി പിടിക്കുക, ബാക്കി എല്ലാ വിരലുകളും ലോക്ക് ചെയ്യും. ഇൻഡെക്സ് ഫിംഗർ സ്റ്റാർട്ട് 1. കെട്ടി തൂക്കിയിട്ട പോലെ നിൽക്കും. 2 ചെവിൻ്റെ നേരെ കൈമുട്ട് വളയാതെ. ദെൻ ഹാൻഡ്സ് ലോക്ക്. വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈമ പിടിക്കുക, മറ്റേ കൈ കൊണ്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് ഹാൻഡ്സ് ലോക്ക് ഓവർ ഹെഡ്. നെക്സ്റ്റ് ഹാൻഡ്സ് ക്ലാപ്പ്. റെഡി? ഹാൻഡ്സ് ക്ലാപ്പ് 1. Up 2.
3. Hands clap, continue. 2. Up. 3. Up. Next, hands back lock. Up. 2. 3. Hands back lock, continue. Up. 2. Up. Up. Then next, sit up. Sit up. Start 1. ഓലാണ് നേരെ പഠിക്കുന്നത്. മൊബൈല് വൈകിട്ടുണ്ടാകുമ്പോൾ തെറ്റിരിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇത് വയറിനുള്ള എക്സസൈസാണ്. ഈ വയറിനുള്ള എക്സസൈസിന് ആദ്യമായിട്ട് വരുന്നത് അക്യുപ്രഷറാണ്. ഇങ്ങനെ പിടിക്കുക, രണ്ടുകൊണ്ട് ഒരു സാധനം വലിച്ച് പിടിക്കുന്ന പോലെ വയറൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് നല്ലതാണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇടത്തെ കൈ മുകളിൽ വെച്ചിട്ട് ഈ 3 വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഒരു 30 പ്രാവശ്യം ഇങ്ങനെ പിടിക്കും. സെക്കൻഡ് 2. സെക്കൻഡ്. ഇതിന് മുന്നേ ഒരു സാധനം വയറ് പിടിച്ചു കൊണ്ടുള്ള സംഭവം പുഷ് ആൻഡ് പുൾ. 1. കാരണം ഉള്ളിലേക്ക് വലിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് അക്യുപ്രഷർ. പിന്നെ വൈബ്രേഷനാണ്. വയറ് മാത്രം വൈബ്രേറ്റ് ചെയ്യും, ഷോൾഡർ ഇളകരുത്. വൈബ്രേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് മെഡിറ്റേഷനാണ്. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം നന്നായിട്ട് വലിച്ച് 60 to 0 റിവേഴ്സ് കൗണ്ട്. അതൊക്കെ കണ്ണു തുറക്കാവും. പെട്ടെന്ന് കണ്ണു തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. അടുത്തത് നമുക്ക് വരുന്നത് ഫേസ് മസാജാണ്. അപ്പോൾ വിയർപ്പിലുണ്ടാവും. വിയർപ്പുണ്ടെങ്കിൽ മൊത്തം വിയർപ്പിലൊക്കെ തുറക്കാം. കൈ നന്നായിട്ട് ചൂടാക്കും. ഫേസ് മസാജ് സ്റ്റാർട്ട്. കൈയിൻ്റെ ഉൾവശമാണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ പോളൻ്റെ അവിടെ കൈ കൊണ്ടുവരും. ഈ നടുവിരലുകൊണ്ട് പീളക്കുഴിയിൽ ഒരു 3 പ്രാവശ്യം മസാജ്. ഇതിന് വേണ്ടി കൈ മുകളിലേക്ക് മസാജ് ചെയ്യാം. വീണ്ടും പീളക്കുഴിയിൽ മൂക്കിൻ്റെ പാലം വരുന്ന സ്ഥലത്ത് മസാജ് ചെയ്യുക. മേലോട്ട് വീണ്ടും 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം കണ്ണിങ്ങനെ തുടച്ച് ഇത് കണ്ണിൻ്റെ കാഴ്ച ശക്തിക്കും പിന്നെ മുഖത്ത് ചുളിവുകളൊക്കെ മാറാൻ നല്ലതാണ്. ഇത് 3 പ്രാവശ്യം ചെയ്യണം. സെക്കൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് വെച്ച ആളുകൾ ഇത് ചെയ്യരുത്.
കൂടെ 21 ഐറ്റം. ഓക്കെ, താങ്ക് യു. ഇതിൽ 21ാമത്തെ ഐറ്റം ഉണ്ട് നമുക്ക് ടോ ജമ്പിങ് എന്ന് പറയും. അത് നമ്മൾ വള്ളി ചാടുന്ന പോലെ, പണ്ട് പിള്ളേരെ സമയത്ത് വള്ളി ചാടുന്ന പോലെ കാലിൻ്റെ ടോല് മാത്രം, കാലിൻ്റെ ഒട്ടുക്കി നിരത്തിലാക്കുക. കൈ അളകാതിരിക്കാൻ, ഷോൾഡർ അളകാതിരിക്കാനും കയ്യിൻ്റെ മുട്ട് വരെ ശരീരത്തിൽ ചേർത്ത് പിടിച്ചിട്ട് വിരലുകൾ പിടിച്ചുണ്ടാവും. ഇരുപത്തഞ്ച് പ്രാവശ്യം സാധിക്കും. ഈ 125 തവണ നമ്മൾ ചാടുമ്പോൾ 1750 ചലനങ്ങൾ നമ്മുടെ ശരീരത്തിൽ. ഇത് വളരെ എഫക്റ്റീവാണ്. ഇത് ശരിക്ക് ഫ്രീ ആണെങ്കിൽ ഒരു 10 കിലോമീറ്റർ നടക്കുന്നതിനേക്കാളും വളരെ ഗുണകരമാണ് ശരീരത്തിൽ. ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ വളരെ റിമാർക്കബിളായിട്ടുള്ള മാറ്റം നമ്മുടെ ശരീരത്തിൽ